comment and subscribe. We're in this together. We're a community. Let's make it better. What's the latest trend? Gotta post a selfie with a clever caption. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ എമ്മി ബേബിക്കുള്ള ഫുഡ് കൊടുക്കാൻ കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എണീറ്റു, ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എമ്മി ബേബിക്കുള്ള ഫുഡ് കൊടുത്തു. അതിനുശേഷം കുറച്ച് അലക്കിയതൊക്കെ ഉണക്കാനും അയലിടാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അതാണ് പരിപാടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് കാണാം കേട്ടോ. ഇന്നത്തെ ഒരു ഡേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി പോയി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും വലിയ മൂഡുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഉറപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഒരു 1 വീക്ക് ഓർ 1.5 വീക്കായിട്ട് ഞാൻ വല്ലാണ്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നോമ്പിൻ്റെ കാര്യങ്ങളും ബിസി കാര്യങ്ങളൊക്കെയാണ്. വല്ലാതെ ഇതിലോട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു മടി കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ വ്യൂസ് കുറയുമ്പോൾ നമുക്കതൊരു ഗ്രോത്തിനെ ബാധിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എത്ര മടിയുണ്ടെങ്കിലും കുഴപ്പമില്ല, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എൻ്റെ മാക്സിമം ഞാൻ ഇതിലിടാം, എഫേർട്ട് ഞാൻ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഡെയിലി ഇനി വീഡിയോ ഇടാമെന്ന് തന്നെയുണ്ട് വിചാരിക്കാണ് കേട്ടോ. ഇൻഷാ അല്ലാ നോക്കട്ടെ, എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റോ ഇല്ലേന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കുകയാണ്. ഇന്നത്തെ ഡേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 2 o'clock ആയി, 2:15 ഒക്കെ ആയിട്ടുണ്ട് എണീറ്റപ്പോൾ തന്നെ. ഇപ്പോൾ എണീറ്റ് വന്ന് ഞാൻ പറഞ്ഞല്ലോ അലക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടു. പിന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. സുഹൂറിൻ്റെ ടൈമിൽ എനിക്ക് പാത്രം കഴുകുക അല്ലെങ്കിൽ കിച്ചൺ വൃത്തിയാക്കുക എന്നുള്ളതിനോട് ഭയങ്കര ഒരു എന്താ പറയുക, മടിയാണ് കേട്ടോ. കാരണം സുഹൂറിൻ്റെ ഫുഡ് കഴിച്ച് നമസ്കാരം കാര്യങ്ങളും കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് കിടക്കണം, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മടി വരികയാണ്. അപ്പോൾ കിച്ചൺ മൊത്തം അലങ്കോലാക്കി. എങ്ങനെയാണോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിച്ചൺ ഭയങ്കര മിസ്റ്റപ്പായിരിക്കും. ഞാനത് നോക്കാറേ ഇല്ല. എങ്ങനെയാണോ നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ ഉണ്ടാവുക, അതുപോലെ രാവിലെ എണീറ്റ് വരുമ്പോൾ അത്രയും മിസ്റ്റപ്പായിട്ടായിരിക്കും കിച്ചൺ ഉണ്ടാവുക കേട്ടോ. എന്നാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അടുത്ത ദിവസം ഞാൻ അതേ റൂട്ടീൻ തന്നെ സ്ഥിരം ഫോളോ ചെയ്യും. നന്നാക്കിയിടാൻ നോക്കാറില്ല. പിറ്റേ ദിവസം നമ്മൾ എണീക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഞാൻ നന്നാക്കാറ്. അപ്പം ഞാനിപ്പോൾ മൊത്തം കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സംഭവം ഞാൻ ഇന്ന് എണീച്ചപ്പോൾ ലേറ്റായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ കുറച്ച് മടിയുണ്ട്. പിന്നെ ഉണ്ടാക്കാൻ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് മടിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് പുറത്തുനിന്ന് ഫുഡാക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പുറത്തുനിന്ന് മന്തി അൽഫാമും കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു ജ്യൂസും പിന്നെ ഒരു ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പറഞ്ഞു വിട്ടായിരുന്നു. ആൾ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഞാൻ പോയി വാതിലുറന്നു. അങ്ങനെ നമ്മൾ ബ്രെഡ് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡ് പൊരിക്കാൻ കേട്ടോ. പിന്നെ നമ്മളെ ഹസ്ബൻഡ് ഇവിടെ കിച്ചണിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് വീഡിയോയിൽ വരാനും ഭയങ്കര ഒരു എന്താ പറയുക, ഷൈ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പിന്നെ ഞാനും നമ്മളെ ഫാമിലി വ്ളോഗ് അല്ലല്ലോ, നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ അല്ലേ കാണിക്കുന്നത്, ഞാൻ നിർബന്ധിക്കാറുമില്ല. അപ്പോൾ പിന്നെ ആൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ബ്രെഡ് ഇങ്ങനെ പൊരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് പൊരിക്കാം. ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ. ഇനി എന്താ പറയുക, ഒരു ബ്രെഡ് പൊരിയും ഒരു ജ്യൂസും ഞാനിവിടെ ഉണ്ടാക്കും. പിന്നെ ഇനി മന്തി അൽഫാമും കൊണ്ടുവരും. പിന്നെ കുറച്ച് പൊരികളും കൊണ്ടുവരും കേട്ടോ. അങ്ങനെ കുറച്ച് പൊരികളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് പൊരി ഉണ്ടാക്കാം. ഓക്കെ,
പിന്നെ ബ്രെഡ് പൊരിക്കുന്ന രീതിയൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണല്ലോ, ഓൾറെഡി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തിയതാണ്. ബ്രെഡ് പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇത് കുട്ടീസിന് വരെ അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മാംഗോ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് നല്ല പഴുത്ത മാംഗോ ഉണ്ട്, പുറത്തേന് നല്ല മധുരമാണ് കേട്ടോ. ഈ മാംഗോ നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാംഗോ ആണ്. നമ്മൾ ഇന്നലെ സാധനം കൊണ്ടുവന്ന് ഈ പെട്ടി നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തിട്ട് ഒത്തിരി കഴിച്ചു കേട്ടോ. ഞാനും ഹസ്ബൻഡും ബേബിയും ബ്രദറും ഞങ്ങളെല്ലാവരും ഒത്തിരി കഴിച്ചു. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഒരു 4 പീസ് മാങ്ങ ഉണ്ടായിരുന്നു, അത് നമുക്ക് ജ്യൂസാക്കാം. ഓക്കെ, മാംഗോ ജ്യൂസൊക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതന്നേ ഉള്ളൂ. അപ്പം നമ്മൾ മാംഗോ ജാറിലേക്ക് ഇടാണ്. അങ്ങനെ ജാറിലേക്ക് മാംഗോ ഇട്ടിട്ട് പിന്നെ അത്യാവശ്യം മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ശരിക്കും മാംഗോ ജ്യൂസിൽ മിൽക്ക് അവോയ്ഡ് ചെയ്യണം എന്നാണെന്ന് തോന്നുന്നു. ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കിവിടെ ഇങ്ങനെ മിൽക്ക് ഒഴിച്ച് കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഐ മീൻ ഷേക്ക് പോലെ കട്ടിയായിട്ട് ഷേക്ക് പോലെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് മാംഗോയിലേക്ക് പാലൊഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും, പിന്നെ ഒരു 2-3 ഏലക്കായി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഷുഗറും. സംഭവം മാംഗോയിൽ തന്നെ അത്യാവശ്യം ഷുഗർ ഉണ്ട്. ഐ മീൻ നല്ല മധുരം ഉള്ള സാധനമാണ് മാംഗോ. ശരിക്ക് ഹെൽത്തി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഹെൽത്ത് നോക്കുന്നവർ ഡയറ്റിലുള്ളവരൊന്നും ഷുഗർ ആഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മാംഗോയിൽ ഓൾറെഡി കുറച്ച് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാര്യം നല്ല കട്ടിക്ക് നല്ല ഒരു എന്താ പറയുക ഷേക്ക് പോലെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് കുറച്ച് ഐസിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതല്ല, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇടുന്നതാണ്, ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്, ഫ്രീസറിൽ വെക്കും. അങ്ങനെ പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടു. ശേഷം ഒരു നോമ്പ് പറക്കാനായിട്ടൊരു 15-20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് ജ്യൂസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് കാക്കുന്നേരത്തെ കടയിൽ പോയപ്പോൾ എനിക്കൊരു സ്നിക്കേഴ്സ് കൊണ്ടുവന്നതാണ്, നോമ്പ് പറഞ്ഞിട്ട് കഴിക്കാനാട്ടോ. അപ്പോൾ നമുക്ക് അതെടുത്ത് വെച്ചു ഞാൻ. എന്നിട്ട് നമ്മൾ നോമ്പ് പറക്കാണ്. അൽഹംദുലില്ലാ പൊരി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ചിക്കൻ റോളുണ്ട്. നമ്മൾ മിക്സഡ് ആയിട്ടാണ് പൊരി വാങ്ങിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് കഴിക്കാണ്. അൽഹംദുലില്ലാ നമ്മൾ ഇന്നത്തെ നോമ്പും പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഹാപ്പി ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി മന്തിയും അൽഫാമും പൊരികളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് കഴിച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് അൽഹംദുലില്ലാ നമ്മുടെ നോമ്പൊക്കെ പറന്നു. നമ്മൾ പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ കുളിച്ച് ഫ്രഷായി കാന്നിരിക്കുകയാണ് കേട്ടോ. കുളിച്ച് ഫ്രഷായി പിന്നെ ബാക്ക് ഭാഗം നോക്കണ്ട കേട്ടോ, മൊത്തം അലങ്കുലായി കിടക്കാനാണ്. നന്നാക്കാത്തത് നമ്മളിവിടുന്ന് റൂം എക്സ്ചേഞ്ച് ചെയ്യും. നാളോ മറ്റന്നാളോ ആയിട്ട് വേറെ റൂമിലോട്ട് നമ്മൾ എക്സ്ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നും ശരിയാക്കാത്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ക്യാൻ ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് don't forget to subscribe. Thank you, bye bye, love you all.